നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. ഊരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥനയിൽ കൂടി അത്ഭുതങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വഴിഞ്ഞൊഴുകുന്നത് നമുക്ക് സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രാർത്ഥന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ, നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം മനുഷ്യൻ്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ദൈവം മനുഷ്യനെ അനുസരിക്കാൻ തയ്യാറായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം അനുസരിക്കുന്നു പറഞ്ഞത് അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അബ്രഹാം മോറിയാമലയിൽ ഇസാക്കിനെ യാഗം കഴിക്കാൻ തുടങ്ങുകയാണ്. അതുവരെയും ഇസാക്കിനോട് പറഞ്ഞിട്ടില്ല ഇസാക്കിനെയാണ് യാഗം കഴിക്കാൻ പോകുന്നതെന്ന്. ഇസാക്ക് ഒരു കുട്ടിയായിട്ട് പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം കണ്ട് പൂക്കൾ പറിച്ച് ഇലത്തളപ്പുകളുടെ കീഴേ കൂടി നടന്ന് ഇസാക്ക് ഇങ്ങനെ ആ മലയുടെ മുകൾപ്പരപ്പിൽ, മോറിയാമലയുടെ മുകൾപ്പരപ്പിൽ അങ്ങനെ ഉല്ലസിച്ച് കളിച്ച് ഓടി നടക്കുകയാണ്. അബ്രഹാം വിറകടുക്കി കല്ലുകളിൽ പെറുക്കി വെച്ചു, യാഗപീഠം പണിതു, വിറകെല്ലാം അടുക്കി. ഇനി ഈ യാഗമൃഗത്തെ ആ വിറകിൻ മീതെ കിടത്തണം, എന്നിട്ട് കൊല്ലണം, എന്നിട്ട് തീ കൊടുക്കണം. ഇതൊക്കെയാണ് നടക്കേണ്ടത്. അബ്രഹാം ഒരു നിമിഷം അബ്രഹാം ഒന്ന് മുകളിലേക്ക് നോക്കി. കർത്താവേ, നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിരിക്കുകയാണല്ലോ, ഇനിയുള്ളതും കൂടി ചെയ്യാൻ നിൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണമേ. ബൈബിൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ന്യായമായി ഊഹിക്കാവുന്ന കാര്യമാണ്. എൻ്റെ കൃപ എന്നോടുണ്ടായിരിക്കണമേ. അബ്രഹാം ഇസാക്കിനെ വിളിച്ചു. മോനെ വന്നേ വിളിച്ചു. അബ്രഹാം അവനെ ചേർത്തണച്ച് അവന് നെറുകയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ യാഗം കഴിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ദൈവം നിന്നെ യാഗം കഴിക്കാനാണ് പറഞ്ഞത്. ഇസാക്ക് ഒന്ന് ഞെട്ടി. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പൻ്റെ മുഖത്തെ ആ വിശ്വാസദാർഢ്യവും അപ്പൻ്റെ കണ്ണുകളിലെ ധൈര്യവും അപ്പൻ്റെ ആ മുഖത്ത് പ്രതിബിംബിക്കുന്നതായ ദൈവസ്നേഹത്തിൻ്റെ തേജസ്സും എല്ലാം കണ്ടപ്പോൾ ഇസാക്കിന് മനസ്സിലായി അപ്പൻ ദൈവത്തെ അനുസരിക്കുന്നതാണ്. ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചുള്ള ഒരാളാണ് അപ്പൻ. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതാണ് മനസ്സിലായി. ഇസാക്ക് കൈ നീട്ടിക്കൊടുത്തു. കൈ 2 നീട്ടിക്കൊടുത്തു. കൈ കെട്ടി, കാലും കെട്ടി വിറകിൻ മീതെ കിടത്തി. അബ്രഹാം ഒന്നുകൂടി മുകളിലേക്ക് നോക്കി. കർത്താവേ, നീ എല്ലാം കാണുന്നില്ലേ? നീ പറഞ്ഞതനുസരിച്ചല്ലേ ഞാനിതൊക്കെ ചെയ്തിരിക്കുന്നത്. അടുത്ത പടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കത്തിയെടുത്ത് മോനെ വധിക്കാൻ പോവുകയാണ്. കത്തിയെടുത്തു. കത്തി നല്ല തിളക്കമായി ആ വെയിൽ വെളിച്ചത്തിൽ അതിങ്ങനെ പാളിപ്പാളി കത്തി ജ്വലിച്ചു. കത്തിയുടെ തിളക്കത്തിൽ സൂര്യൻ്റെ നിഴൽപ്പാടുകൾ ഈ ഓമനപുത്രൻ്റെ മേൽ വന്ന് പതിഞ്ഞു. അബ്രഹാം കത്തി എടുത്തു, ഓങ്ങി. ഇപ്പോൾ വെട്ടും. പെട്ടെന്നാണ് ശബ്ദം. അബ്രഹാമേ, അബ്രഹാമേ, തിടുക്കപ്പെട്ടൊരു വിളി. അബ്രഹാമേ, അബ്രഹാമേ. അബ്രഹാം വീണ്ടും കാതോർത്തു. ദൈവത്തിൻ്റെ ശബ്ദമാണല്ലോ, കേട്ട് പരിചയമുള്ള ശബ്ദം, ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള ശബ്ദം. അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം അനുസരിച്ചു. ബാലൻ്റെ മേൽ നിന്ന് ഈ കെട്ടെല്ലാം അഴിച്ചു, ബാലിനെ മാറ്റി നിർത്തി.
പാവം ഇസ്ഹാക്കിന് ഇതൊന്നും മനസ്സിലായില്ല. എന്താണ് അപ്പൻ ഈ പറയുന്നത് ചെയ്യുന്നതൊന്നും മനസ്സിലായില്ല. അപ്പൻ പറഞ്ഞു അനുസരിക്കുന്നു. കൂടെ നിന്ന് പറഞ്ഞോട്ടെ, മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഭാഗ്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ഭാഗ്യമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. പല മക്കളും ഈ മാതാപിതാക്കൾ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അധ്യാപകരെയോ ഇഷ്ടമല്ലല്ലോ, മാതാപിതാക്കൾ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. ഉപദേശം കേൾക്കുമ്പോഴേക്കും അവർ ദേഷ്യം വരും. മോനെ പ്രാർത്ഥിക്കുക, മോനെ പഠിക്കുക, മോനെ വേദവസ്തം വായിക്കുക, ഒന്നും അവർക്ക് ഇഷ്ടമല്ല. കാരണം ഈ യൗവനത്തിൻ്റെ ആരംഭത്തിൽ ബാലപ്രായം കഴിഞ്ഞ് കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവരുടെ മനസ്സിൽ പലതരത്തിലുള്ളതായ വികാര തീവ്രതകൾ രൂപപ്പെട്ടു വരികയാണ്. ആ വികാരങ്ങൾ, പലതരത്തിലുള്ളതായ വികാരങ്ങൾ രൂപപ്പെട്ടു വരുന്ന ആ സമയത്ത് എല്ലാറ്റിനോടും ഒരു പുച്ഛമോ, എല്ലാറ്റിനോടൊരു അവഗണനയോ, ഇൻഡിഫറൻസ്, എല്ലാറ്റിനോടൊരു വെറുപ്പോ ഒക്കെ ആയിരിക്കും. അപ്പനോടും അമ്മയോടാണ് ഏറ്റവും കൂടുതൽ ശത്രുത്വം. കാരണം അവരല്ലേ കൂടുതൽ ഉപദേശിക്കുന്നത്. ചെറുപ്പക്കാർ, പിള്ളേർ ശ്രദ്ധിച്ചോളണേ, ആ പ്രായം വളരെ അപകടം പിടിച്ച ഒരു പ്രായമാണ്. ആ കാലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മാതാപിതാക്കളെ ധിക്കരിക്കരുത്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുള്ളതായ കാര്യം മക്കൾക്ക് മനസ്സിലാവുകയില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറയുന്നതും ചെയ്യുന്നതും അവർക്ക് മനസ്സിലാവുകയില്ല. അവരുടെ ഇഷ്ടത്തിനും അവരുടെ തന്നിഷ്ടത്തിനും വിട്ടുകൊടുക്കാതെ വരുമ്പോൾ എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പൈരുഥ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അവരുടെ ഉള്ളിൽ മത്സരഭാവം വളർന്നുകൊണ്ടിരിക്കും, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാത്തതുകൊണ്ട്. പക്ഷേ മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് നിന്നാൽ ഭാഗ്യമാണ്. വേദവസ്തം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകും, മാത്രമല്ല ഭൂമിയിൽ നിനക്ക് ദീർഘായുസ്സും ഉണ്ടാകും. ഇല്ലെങ്കിലോ, മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാവുകയില്ല, നിനക്ക് ദീർഘായുസ്സും ഉണ്ടാവുകയില്ല. കാര്യം ഗൗരവമാണ്. ആയുസ്സിന് പോലും കേടുവരും, ഗൗരവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ച് കൊള്ളുക. ഇസ്ഹാക്ക് നല്ല അനുസരണമുള്ളൊരു കുട്ടിയായിരുന്നു, അനുസരണമുള്ളൊരു മോനായിരുന്നു. അപ്പം പറഞ്ഞു, അനുസരിച്ചു. വരുംവരായികളൊന്നും ചിന്തിച്ചില്ല, ഒന്നും ചിന്തിച്ചില്ല. ഏതായാലും എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളപ്പൻ, എന്നേക്കാൾ കൂടുതൽ അനുഭവജ്ഞാനമുള്ള ആളപ്പൻ, എന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ പക്ഷേ എൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും എൻ്റെ അപ്പൻ എന്നേക്കാൾ കൂടുതൽ ലോകത്ത് ഭൂമിയിൽ ജീവിച്ച് പരിചയമുണ്ടല്ലോ, അനുസരിക്കുന്നു. ഇസ്ഹാക്ക് അതുപോലുള്ള ചിന്താഗതിയായിരുന്നു, അനുസരിച്ചു. ഇസ്ഹാക്ക് മാറി നിന്നു. ഇപ്പോൾ നാം അബ്രഹാമിൻ്റെ മുഖത്തേക്ക് നോക്കൂ. അബ്രഹാമിൻ്റെ കയ്യിൽ കത്തി അങ്ങനെ തന്നെ ഇരിക്കുക. മോനെ മാറ്റി നിർത്തി, പക്ഷേ കത്തി അവിടെ ഇരിക്കുക. അവിടെ യാഗപീഠം തയ്യാറായിരിക്കുക, വിറകടുക്കി വെച്ചിട്ടുണ്ട്. യാഗം കഴിക്കാനാണല്ലോ വന്നത്. അബ്രഹാം മുകളിലേക്ക് നോക്കി. നോട്ടത്തിൻ്റെ അർത്ഥമുണ്ട്. കർത്താവേ, ഈ നിമിഷം വരെയും ഞാൻ നിന്നെ അനുസരിച്ചു, ഇനി നീ എന്നെ അനുസരിക്കണം. ഇതുവരെയും ഞാൻ നിന്നെ അനുസരിച്ചു, ഇനി നീ എന്നെ അനുസരിക്കണം. നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? നീ പറഞ്ഞതുപോലെ ഞാൻ യാഗപീഠം ഒരുക്കിയില്ലേ? നീ പറഞ്ഞതുപോലെ ഞാൻ മോനെ കൊണ്ട് ഇവിടെ വരെയും വന്നില്ലേ? നീ പറഞ്ഞതുപോലെ സാറിയോടുപോലും രക്ഷം പറയാതെ ഞാൻ ഇവിടെ വരെയും വന്നു. ഇതല്ല നീ പറഞ്ഞ വാക്കിൽ നിന്ന് കടുകട മാറാതെ ഞാൻ ഇതുവരെയും ചെയ്തില്ലേ? കർത്താവ്, ഇനി ഈ യാഗപീഠം തയ്യാറാക്കിയിരിക്കുന്നു. കർത്താവേ, ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, യാഗത്തിനുള്ളതെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നീ ഒരു യാഗമൃഗത്തെ തരണം. മോറിയാമലയുടെ ഉയരത്തിലേതാ യാഗമൃഗം? മോറിയാമലയുടെ ഉയരത്തിൽ യാഗമൃഗം എവിടെ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പറയുകയാണ്, എനിക്കൊരു യാഗമൃഗത്തെ തരണം, യാഗം കഴിക്കാൻ ഒരു മൃഗത്തെ എനിക്ക് തരണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം മുൻപ് തന്നെ അബ്രഹാം ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വിറകിട്ട് ചോമിച്ചുകൊണ്ട് മോറിയാമല കയറുമ്പോൾ അപ്പുറത്തെ മലയുടെ അങ്ങേ ചെരുവിൽ കൂടി ഇതാ ഒരു ആട്ടുകൊറ്റൻ എന്തിനെന്നറിയാതെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഈ മല കയറുന്നത്? ഇതുവരെ കയറിയിട്ടില്ലാത്ത ഈ മല എന്തിനാണ് കയറുന്നത്? ആട്ടുകൊറ്റൻ അറിഞ്ഞുകൂടാ. ഈ ആട്ടുകൊറ്റൻ അപ്പുറത്തെ ചെരുവിൽ കൂടി ഇങ്ങനെ കയറി വരികയാണ്. ആട്ടുകൊറ്റൻ അവിടെ ഈ മോറിയാമലയുടെ ഉയരത്തിൽ ഒരു കുറ്റിക്കാട്ടിൽ കൊമ്പ് പിടിപെട്ട് വള്ളിപ്പടർപ്പിൽപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. എല്ലാം തയ്യാറായിരിക്കുകയാണ്. അബ്രഹാം പറയുന്നതിന് മുമ്പേ തന്നെ ദൈവം എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരു ദൈവം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒന്നും യാദൃശ്യമല്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുക, ഒന്നും യാദൃശ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃശ്യമല്ല.
നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില നഷ്ടങ്ങൾ, പരീക്ഷയിലെ തോൽവികൾ, നിങ്ങൾക്ക് ജീവിതത്തിലെ വിവാഹം, നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങൾ ഒന്നും യാദൃശ്യമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമാണ് എല്ലാം നടന്നത്. എല്ലാം ദൈവ നിശ്ചയപ്രകാരം നടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഇത് നിങ്ങൾ മറക്കരുത്. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം, എന്നെ കരുതുന്നൊരു ദൈവം, എന്നെ വാത്സല്യത്തോടെ പരിപാലിക്കുന്നൊരു ദൈവം, എൻ്റെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്നൊരു ദൈവം. എൻ്റെ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എനിക്ക് വേറെ ആശ്രയമില്ല, വേറെ പോക്കിടമില്ല. ഞാനിതാ എൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം മുകളിലേക്ക് നോക്കിയുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്: കർത്താവേ, എനിക്ക് യാഗമൃഗത്തെ തരണം. അപ്പോഴാണ് പിറകിൽ എന്തോ ഒരു ചലിക്കുന്ന ശബ്ദം. കൊമ്പ് കാട്ടിൽ പിടിവിട്ട് ഒരാട്ടുകൊറ്റൻ മാറാൻ വയ്യാതെ അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് മാറാൻ വയ്യാതെ അവിടെ കിടന്ന് കൊമ്പ് കാട്ടിൽ പിടിവിട്ടിരിക്കുന്നു. അബ്രഹാം ചെന്നു, ആട്ടുകൊറ്റനെ പിടിച്ചു, കൊണ്ടുവന്നു, യാഗം കഴിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൂരെയുള്ള ഒരു യേശുവിനോടല്ല നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങ് ദൂരെ നിൽക്കുന്ന യേശുവല്ല. നമ്മുടെ അരികത്തേക്ക് വരുന്ന, നമുക്ക് സമീപസ്ഥനായി വരുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രശ്നം അറിയുന്ന, നമ്മുടെ പ്രശ്നത്തിൻ്റെ രൂക്ഷത എത്രയുണ്ട് എന്ന് കാണുന്ന, എത്ര തീവ്രമായ യാതനയാണെന്ന് അനുഭവിക്കുന്ന, മനസ്സിലാക്കുന്ന, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന സ്നേഹനിധിയായ യേശുവിനെ നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായും നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടും. വ്യക്തമാണ്, നിങ്ങൾക്ക് തന്നെ സാക്ഷിക്കാൻ സാധിക്കും. ഇനി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പ്രാർത്ഥിക്ക് മറുപടി തന്നു. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, മരണവാസികളെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കടികൾ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. മരണപാശങ്ങളെന്നെ ചുറ്റി, മരണത്തിൻ്റെ കയറ്, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, ഭൂമി ഞെട്ടി വിറച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി ഞെട്ടി വിറയ്ക്കുമാറ് നിത്യനായ ദൈവം പാവപ്പെട്ടൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ കരുണ കാണിച്ച് എഴുന്നള്ളി വരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശീലിക്കൂ. ഏരിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു. പ്രാർത്ഥന കേൾക്കുന്ന ആ ദൈവം. ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ ആ യേശുക്രിസ്തുവിനെ അടുത്തറിയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുക്രിസ്തുവുമായിട്ടുള്ളതായ അടുത്ത സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നുള്ളതായ ഒരു അനുഭവം കിട്ടുന്നതാണ് വലിയ ഭാഗ്യം. എന്തെല്ലാം കിട്ടിയാലും തുല്യമാകാത്ത ഒരു മഹാഭാഗ്യമാണ് ക്രിസ്തു എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ക്രിസ്തു ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വന്ന് എൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നു. എൻ്റെ സങ്കടങ്ങളെല്ലാം കേൾക്കുന്നു. എൻ്റെ കണ്ണുനീരവൻ തുടച്ചു തരുന്നു. അവൻ്റെ തൃക്കരൻ തലമേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ബലഹീനതയെല്ലാം അവൻ ക്ഷമിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴകളും പാപങ്ങളും എല്ലാം അവൻ പുറത്തു തരുന്നു. എല്ലാം ക്ഷമിച്ചു തരുന്നു. എല്ലാം കഴുകിത്തരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വീണ്ടും ജന്മം എന്ന് പറയുന്ന മഹാഭാഗ്യം, പുതുജന്മം എന്ന് പറയുന്ന മഹാഭാഗ്യം കിട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. ഒരു ശിശുവിനെ ഏതെങ്കിലും പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുമോ? ഒരു ശിശു ഉണ്ട്, ഇന്ന് ജനിച്ചേ ഉള്ളൂ, ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറയുമോ? കാരണം അവന് പാസ്റ്റ് ലൈഫില്ല, അവന് പഴയ ജീവിതമില്ല. അവനിപ്പോൾ ജനിച്ചേ ഉള്ളൂ, പഴയൊരു ജീവിതമില്ല. പഴയ ജീവിതം ഇല്ലാത്തതുകൊണ്ട് ആ ശിശുവിനെ ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യുകയില്ല. അവന് പഴയ ജീവിതമില്ല എന്നതുപോലെയാണ് വീണ്ടും ജന്മം കഴിഞ്ഞൊരു ദൈവവൈതലിന് പഴയതെല്ലാം പോയി. ഇപ്പോൾ അവൻ പുതിയൊരു ശിശുവായിട്ട് ജനിച്ചിരിക്കുകയാണ്. പഴയത് വെച്ചുകൊണ്ടൊന്നും നിന്നെ വിധിക്കുകയില്ല, പഴയത് വെച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കുകയില്ല. പഴയത് പോയി, വീണ്ടും ജന്മം പ്രാപിച്ചു. വീണ്ടും ജന്മം വചനം കേട്ടതുകൊണ്ട്, വചനം സ്വീകരിച്ചതുകൊണ്ട്, വചനം പ്രമാണിപ്പാൻ തീരുമാനിച്ചതുകൊണ്ട്, വിശുദ്ധ വചനത്താൽ നമുക്ക് വീണ്ടും ജന്മം ലഭിക്കുന്നു. വീണ്ടും ജന്മം ലഭിക്കുന്നതുകൊണ്ട് നാം ഒരു ശിശുവായി പിറക്കുന്നു. ആത്മലോകത്തൊരു ശിശു, ആത്മലോകത്തൊരു ശിശുവായി ജനിക്കുന്നു. പഴയ മനുഷ്യൻ അതങ്ങ് തീർന്നു പോയി. പഴയ മനുഷ്യൻ മരിച്ചുപോയി.
പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു എന്നാണ് വേദവസം പറയുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു, കുഴിച്ചിടപ്പെട്ടു. എന്നിട്ടോ പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. അത് ശിശുവാണ്, ആത്മാവിൽ ശിശുവാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഒരു അനുഭവം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ പഴയതൊന്നും നമ്മുടെ മേൽ വരികയില്ല. പഴയതിൻ്റെ ശിക്ഷകൾ നമ്മുടെ മേൽ വരികയില്ല. പഴയതിൻ്റെ മ്ലേച്ഛതകൾ നമ്മെ പിന്തുടരുകയില്ല. പേടിക്കണ്ട. പണ്ട് ആഭിചാര പ്രവൃത്തികൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പണ്ട് രാഹുകാലം, മുഹൂർത്തം നോട്ടം, ശകുനം നോട്ടം, ഗൗളീ ശാസ്ത്രം, കൈനോട്ടം, കൈരേഖ, മുഖലക്ഷണം, മഷിയിട്ട് നോട്ടം, എന്തെല്ലാം എന്താ കൈവശം കൊടുക്കുക, കൈവശം കൊടുക്കുക, ബുദ്ധിയില്ലാതാക്കുക, ഇങ്ങനെയുള്ളതായ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പാസ്റ്റ് ലൈഫ്, കഴിഞ്ഞുപോയി, തീർന്നു. അതെല്ലാം കഴിഞ്ഞു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അപ്പോൾ 17:30 കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലാത്ത കാലങ്ങളാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. സ്നേഹിത, നീ ഭയപ്പെടണ്ട. നിൻ്റെ പഴയ കാലത്തേതൊന്നും നിൻ്റെ മേൽ കണക്കിടുകയില്ല. അതിൽ അറിയായ്മയുടെ കാലങ്ങളാണ്, ദൈവത്തെ അറിയാത്ത കാലങ്ങളാണ്. സത്യദൈവം ഉണ്ടോ അറിയാൻ പാടില്ല. നമസ്കാരം ചൊല്ലി പള്ളിയിൽ പോയി കുമ്പസാരിച്ചു, കുർബാന കൊണ്ടു, ചിലർക്ക് ചടങ്ങുകൾ ആചരിച്ചു, കൊള്ളാം. പക്ഷേ അതുകൊണ്ടൊന്നും നിൻ്റെ ജീവിതം മാറിയില്ല, നിൻ്റെ സ്വഭാവം മാറിയില്ല. മാനസാന്തരം, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് വരുന്ന മഹാഭാഗ്യം, യേശുക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്ന മഹാഭാഗ്യം, ക്രിസ്തു ഉരുവാകുന്ന മഹാഭാഗ്യം, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന മഹാഭാഗ്യം, ക്രിസ്തു നമ്മുടെ ജീവിതത്തെ സമൂലം രൂപാന്തരപ്പെടുത്തുന്ന മഹാഭാഗ്യം. ഈ മഹാഭാഗ്യം നാം ലഭിക്കുമ്പോൾ പഴയതെല്ലാം തീർന്നു. 17:30 അപ്പോസ്തലപ്രവൃത്തി 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ ഇതുവരെ വന്നതെല്ലാം തീർന്നു, എല്ലാം തീർന്നു. ഇപ്പോൾ മാനസാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാനസാന്തരം അനുഭവിച്ചിട്ടുണ്ടോ? മാനസാന്തരം എന്ന് പറയുന്ന ആ അത്ഭുതകരമായ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? മാനസാന്തരം പലർക്കും വിലയില്ലാത്ത വാക്കാണ് മാനസാന്തരം. എന്നാൽ ഒരു ദൈവവൈതലിന് ഏറ്റവും വിലയേറിയ വാക്കാണ് മാനസാന്തരം. അതൊരത്ഭുതമാണ്. മാനസാന്തരം കിട്ടുക അതൊരത്ഭുതമാണ്. മാനസാന്തരം ലഭിക്കുക പലർക്കും കിട്ടുന്നില്ല, പലർക്കും മനസ്സിലാകുന്നില്ല. എന്താണിത്? പലർക്കും മനസ്സിലാകുന്നില്ല. മാനസാന്തരം എന്ന് പറയുന്ന ആ അത്ഭുത കാര്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതിൻ്റെ പ്രയോജനവും പലർക്കും ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല, പലർക്കും മനസ്സിലാകുന്നില്ല. എനിക്കിത് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷേ അവർക്കത് കിട്ടുന്നില്ല. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മമാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെട്ട് കിട്ടി. ശിശുമനസ്ഥിതിയോടെ സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്നതായ മഹാഭാഗ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? മാനസാന്തരം കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി സ്വർഗസ്ഥനായ പിതാവിൻ്റെ അരികിലേക്ക് കടന്നിയെല്ലാം, സ്വർഗത്തിലെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് കടന്നിയെല്ലാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നിയെല്ലാം, സ്വർഗത്തിലെ എൻ്റെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് കടന്നിയെല്ലാം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നിയെല്ലാം, സ്വർഗത്തിലെ അപ്പൻ്റെ അരികിലേക്ക് നിങ്ങൾ ഹൃദയം പകരാം. ഉള്ളു തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയം ദൈവത്തിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലാം, ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ബലഹീനതകൾ, നിങ്ങളുടെ പാകപ്പിഴകളും എല്ലാം ഏറ്റു പറയാം. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അവിവേകങ്ങൾ, അശുദ്ധികൾ, അത്യാഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഏറ്റു പറയാം. എല്ലാം പറഞ്ഞാൽ എല്ലാം കേൾക്കും, എല്ലാം ക്ഷമിച്ചു തരും. ക്ഷമിക്കുന്ന ദൈവം, സ്നേഹവാനായ ദൈവം, ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനായ ദൈവം, എല്ലാം ക്ഷമിക്കുന്നവനായ ദൈവം. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം അനുഭവിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ഓടി വരാം. കർത്താവെ, കഴിഞ്ഞ കാലങ്ങൾ പാഴായിപ്പോയ കാലങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങൾ എൻ്റെ കർത്താവെ നിത്യതയിലേക്ക് നോക്കുമ്പോൾ ആ പാഴായിപ്പോയ വർഷങ്ങളാണ്. കർത്താവെ, ഇത്രയും വർഷങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞു. വിലയേറിയ ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കാതെ ഞാൻ കാലങ്ങൾ കഴിച്ചുപോയി. കർത്താവെ, ആത്മാവിനെ കരുതാതെ, നിത്യജീവൻ എന്നുള്ളത് എന്താണെന്ന് ഓർക്കാതെ, സ്വർഗവും നരകവും ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ചില ചടങ്ങുകൾ ആചരിച്ച് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നാഥാ, ഇന്ന് ഞാനിതാ തിരുമുമ്പാകെ വരുന്നു. കർത്താവെ, ഞാൻ എല്ലാവരെയും മാനിച്ചും എല്ലാവരെയും ആദരിച്ചും എല്ലാവരെയും ബഹുമാനിച്ചും എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കൊണ്ടും കർത്താവേ, നാഥ, നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ഞാനിതാ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. നാഥ, നീ എൻ്റെ അരികിലേക്ക് വരണമേ.
നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശുനാഥ നീ എഴുന്നള്ളി വരണമേ. ഈ ഹൃദയത്തിൽ നീ ഇരിപ്പുറപ്പിക്കണമേ. ഇവിടെ നീ സിംഹാസനം സ്ഥാപിക്കണമേ. സ്വർഗം സിംഹാസനവും ഭൂമി വാതകേടുമായ രക്ഷകനായ മിശിഹാതമ്പുരാനെ നിൻ്റെ ആലയമാക്കി എന്നെ തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ രാജാധിരാജ നീ എൻ്റെ ഹൃദയത്തിൽ ആലയം പണിയണമേ. നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ ഹൃദയത്തെ നിൻ്റെ ആലയമായി രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ശരീരത്തെ നിൻ്റെ പള്ളിയായി രൂപാന്തരപ്പെടുത്തണമേ. നാഥ എൻ്റെ അവയവങ്ങളിൽ നീ വസിക്കണമേ. എൻ്റെ അവയവങ്ങളിലൂടെ നീ പ്രസരിക്കണമേ. എൻ്റെ അവയവങ്ങളിൽ കൂടി നീ അത്ഭുതകരമായ ശക്തി ഒഴുക്കണമേ. നാഥ എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം മാറ്റി യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തൻ്റെ സിരകളിലൂടെ ഒഴുവാനാക്കണമേ. നാഥ അതിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. രോഗഗ്രസ്തമായ ശരീരത്തിൽ രക്തം മാറ്റി യേശുവിൻ്റെ രക്തം പകരുമ്പോൾ രോഗം മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. രോഗം ബാധിച്ച ശരീരത്തിലെ രക്തം, ആ രക്തം മാറ്റിയിട്ട് യേശുവിൻ്റെ രക്തം പകരുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, കോപിക്കുന്ന മനുഷ്യൻ്റെ രക്തം മാറ്റി യേശുവിൻ്റെ ശാന്തതയുള്ള യേശുവിൻ്റെ പുണ്യാഹ രക്തം സിരകളിൽ കൂടെ പകരുകയാണ്. അപ്പോൾ കോപം മാറുകയാണ്. അശുദ്ധനായ മനുഷ്യൻ്റെ അശുദ്ധി മാറ്റി അശുദ്ധിയുള്ള രക്തം മാറ്റി യേശുക്രിസ്തുവിൻ്റെ രക്തം ഈ സിരകളിലൂടെ രക്തധമനികളിലൂടെ പകരുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്, അശുദ്ധി മാറുന്നത്. അത്യാഗ്രഹവും ലോകസ്നേഹവും വെറുക്കൂത്തുമുള്ള മനുഷ്യൻ്റെ രക്തം മാറ്റി യേശുക്രിസ്തുവിൻ്റെ രക്തം പകരുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ രക്ഷക എന്നോട് നീ മനസ്സലിയണമേ. എൻ്റെ യേശുവേ നിൻ്റെ കരം എൻ്റെ മേൽ വയ്ക്കണമേ. എൻ്റെ രാജാ എന്നോട് നീ മനസ്സലിഞ്ഞ് എന്നെ സ്വീകരിക്കണമേ. ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധു ക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് എച്ചിൽ, ഞാൻ പൂർണ്ണ രക്ഷ കാണും ഞാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ. ഹൃദയത്തിൽ നിന്ന് പാടുവീൻ, ഹൃദയത്തിൽ നിന്ന് പറയുവീൻ, ഞാൻ വരുന്നു ക്രൂശിങ്കൽ. ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. രക്ഷകൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. രക്ഷകൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. രക്തം തുളിച്ചു വരുന്നതായ പാദപീഠത്തിലേക്ക് ഞാൻ വരുന്നു. തിരരക്തം ഒഴുകുന്ന പാദപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. ആ തിരരക്തം ഒഴുകുന്ന പാദപീഠത്തെ ഞാൻ ചുംബിക്കുന്നു. ഞാൻ ആ പാദം ഒത്തുന്നു. ഞാൻ ആ പാദത്തിൽ ആശ്രയിക്കുന്നു. യേശുവേ നീ എന്നെ ഉപേക്ഷിക്കരുതേ. നാഥ നീ എന്നെ തള്ളിക്കളയരുതേ. നാഥ എൻ്റെ പാപങ്ങൾക്കൊത്തവണ്ണനോട് ചെയ്യരുതേ. എൻ്റെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം എൻ്റെ മേൽ പകരം ചോദിക്കല്ലേ. ഇന്നു മുതൽ യേശുവേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിനായ ജീവിതം വേർതിരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ, അർഹിക്കാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാനാദേശങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ. നന്ദിയോടെ സ്തോത്രം. നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.